ആ കാളവണ്ടിക്കാരൻ നിന്റെ ആരാടി? ആരാണെന്നാ ചോദിച്ചത്? എന്റെ ആങ്ങള. നിന്റെ അവൻ നിന്റെ ആങ്ങളെയാണോടി? ആണോ? അവൻ നിന്റെ കാമുകനല്ലേടി? അവന്റെ കുഞ്ഞൊന്നും പ്രസവിച്ചിട്ടില്ലേ? നീ അവനും കൂടെ ചേർന്ന് എന്റെ ജീവിതം തകർത്തു. നിന്നെ ഞാൻ മറന്നു വിടില്ലേ? നിന്നെ ഞാൻ കൊന്ന് കുളിച്ചോളൂ. പോയി. നീയാണ് ഇതിന് സമാധാനം പറയേണ്ടത്. ഇവിടെ നിന്റെ ആരാണ്? എന്റെ പെങ്ങളാണ്. ഇവിടെ നിന്റെ ആരാണ്? സത്യം പറയണം. ഞാനെല്ലാം അറിഞ്ഞതാ. ഇവിടെ നിന്റെ അയൽപ്പക്കത്തുള്ളൊരു പെണ്ണല്ലേ? നിനക്ക് ഇവളുമായി പറയാൻ കൊള്ളാത്ത ബന്ധമല്ലേ ഉണ്ടായിരുന്നത്? നിന്റെ കുഞ്ഞിനെ ഇവൾ ഗർഭം ധരിച്ചില്ലേ? പ്രസവിച്ചില്ലേടാ? എന്റെ ജീവിതമാണ് നീ ഇവളും കൂടെ തകർത്തത്. രണ്ടിനെയും ഞാൻ വെറുതെ വിടില്ല. അവളെന്റെ സ്വന്തം സഹോദരിയല്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവളെന്റെ പെങ്ങളാണ്. വയറ്റിപ്പഴുപ്പിന് വേണ്ടി അവളൊരു വലിയ വീട്ടിൽ ജോലിക്ക് നിന്നു. അവിടുത്തെ മുതലാളി പയ്യൻ ഇവളെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. ഇവൾ അവനെ വിശ്വസിക്കുകയും ചെയ്തു. ഒടുവിൽ ഗർഭിണിയാക്കിയിട്ട് അവൻ ഇവളെ തെരുവിലേക്ക് അടിച്ചിറക്കി. അത് ഇവളുടെ തെറ്റാണോ? നിങ്ങൾ പറയുന്നത് പോലെ ഇവളും ഞാനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഇവളെ ഞാനെന്തിന് നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തരണം? എനിക്ക് ആരോഗ്യമില്ലേ? എനിക്കൊരു പെണ്ണിന്റെ ആവശ്യമില്ലേ? എനിക്ക് ഇവളെ അധ്വാനിച്ചു പോറ്റാനുള്ള കഴിവില്ലേ? ഇവളെന്റെ പെങ്ങളായതുകൊണ്ടാണ് ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തന്നു. അല്ലെങ്കിൽ ഇവൾ എന്റെ ഭാര്യയായിട്ട് എന്റെ കൂടെ കഴിയുമായിരുന്നു. നിങ്ങളെ വിവാഹം ചെയ്യണമെന്ന് ഞാൻ ഇവളോട് പറഞ്ഞപ്പോ ഇവളെ എതിർത്തു. കഴിഞ്ഞതെല്ലാം മറക്കണമെന്ന് പറഞ്ഞ് ഞാനാണ് ഇവളെ വിവാഹത്തിന് നിർബന്ധിച്ചത്. അവളുടെ കണ്ണുനീരിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആ തീരുമാനമെടുത്തത്. ആ രഹസ്യം നിങ്ങളോട് ഒരിക്കലും പറയരുതെന്ന് ഞാൻ അവളെ നിർബന്ധിച്ചിരുന്നു. ഇവൾ നിരപരാധിയാണ്. മരിക്കാൻ അവൾക്ക് എളുപ്പമായിരുന്നു. ജീവിക്കാൻ ശ്രമിച്ചതാണോ തെറ്റ്? ഇങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ പെങ്ങൾക്കാണ് ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അതേ ഞാനും ചെയ്തത്. ഇതിനെല്ലാം കാരണക്കാരനായ ഒരുത്തനുണ്ട്, സുരേന്ദ്രൻ. അവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ സുരേന്ദ്രൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. എങ്കിൽ എനിക്ക് അവനെയാണ് കാണേണ്ടത്. എനിക്ക് മാപ്പ് തരണം. വിവാഹത്തിന് മുൻപ് ഞാൻ എല്ലാം തുറന്നു പറയേണ്ടതായിരുന്നു. എനിക്കതിന് കഴിഞ്ഞില്ല. ക്ഷമിക്കൂ. സാവിത്രിയെ നശിപ്പിച്ചു. അന്ന് നിന്നെ ഞാൻ വെറുതെ വിട്ടു. ഞാൻ അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുത്തു. അതും നീ തകർക്കാൻ ശ്രമിച്ചു. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ.
ഇപ്പൊ നീ രക്ഷപ്പെട്ടു. ഇനിയും നിന്നെ എന്റെ കൈ കിട്ടും. അന്ന് നിനക്കുള്ള ശിക്ഷ മരണമായിരിക്കും. മമ്മി 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 ഡാഡി, മമ്മി എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ മോളെ. വാ. സാവിത്രി, 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 സാവിത്രി. പ്രിയപ്പെട്ട, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ആരുമല്ലല്ലോ. അതുകൊണ്ട് എന്താണ് വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ എനിക്കൊരു ജീവിതം തന്നു. പകരം എനിക്ക് തരാൻ കഴിഞ്ഞത് ദുഃഖം മാത്രമാണ്. ഇനി എനിക്ക് നിങ്ങളുടെ ഭാര്യയായി ജീവിക്കാൻ കഴിയില്ല. ഞാൻ പോവുകയാണ്. എന്നെ അന്വേഷിക്കരുത്. എന്നോട് ക്ഷമിക്കൂ. എന്റെ ബിന്ദുമോൾക്കൊരുമ്മ. സാവിത്രി. ഹലോ, പോലീസ് സ്റ്റേഷൻ? യെസ്. സാവിത്രിയോ? ഇതെപ്പോ? ഇന്നലെയോ? ഓ ശരി, ഞാൻ അന്വേഷിക്കാൻ വെച്ച് വെച്ചതാണ്. എന്തൊരിപ്പാ ഇത്? ഡാഡി, എത്ര നാളെ ഇങ്ങനെ ഇരിക്കുന്നത്? ഊണ് കഴിക്കുന്നില്ലേ? ഡാഡി, മമ്മി വരൂല്ലേ? സാവിത്രിയെ ഞാൻ എവിടെല്ലാം അന്വേഷിച്ചു. ഇനിയിപ്പം അവരുടെ നാട്ടിൽ എവിടെയെങ്കിലും അന്വേഷിച്ചാലോ? എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. ശരിയാണ് മീനാക്ഷിയമ്മേ. ഞാൻ നാളെ രാവിലത്തെ വണ്ടിക്ക് തന്നെ പോവാം. അവിടെ എവിടെങ്കിലും അന്വേഷിക്കാം. മോളെ നോക്കിക്കൊള്ളണം. സാറെന്താ ഇവിടെ? ഒന്നുമില്ല. സാറിന് മിസ്സിനെ കണ്ടല്ലോ. എവിടെ? സാവിത്രി, സാവിത്രി, ഞാൻ പറയുന്നത് ദയവായിട്ട് കേൾക്ക്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇന്നു മുതൽ നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. എല്ലാം മറന്ന് 2 ദിവസം ഇവരോടെങ്കിലും താമസിക്കാം. എന്നിട്ട് നാട്ടിലേക്ക് മടങ്ങാം. അതാ നല്ലത്.